കഴിഞ്ഞ കുറച്ച് യാത്രകൾക്കിടയിൽ എന്നെ കൂടുതൽ ആകർഷിച്ച സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഇവിടെ എത്തിയ സമയത്ത് ഒരു മാന്ത്രിക ലോകത്ത് എത്തിയ അനുഭൂതിയായിരുന്നു. ഇവിടുത്തെ വിശാലമായ ഹരിത മനോഹരമായ താഴ്വാരങ്ങളും കുത്തനെ നിൽക്കുന്ന വലിയ മലകളും അവയുടെ പീക്കിലൂടെ താഴ്ന്നു പറക്കുന്ന മേഘക്കൂട്ടങ്ങളും ഈ മലകൾക്കിടയിലെ തട്ടുതട്ടായ കൃഷിയിടങ്ങളും അതിനരികിലെ കാൽപ്പനികത നിറഞ്ഞ കൊച്ചു ഗ്രാമങ്ങളും ഇതെല്ലാം കൊണ്ട് തന്നെ എപ്പോഴും ഒരു മായാലോകത്തെത്തിയ അനുഭൂതിയായിരുന്നു ഈ യാത്രയിലുടനീളം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരിയായ കൊടൈക്കനാലിലേക്കുള്ള യാത്ര. അടുത്ത 5 ദിവസങ്ങൾ എല്ലാ ആശങ്കകളും മറന്ന് ഈ മലനിരകളിലെ ഗ്രാമങ്ങളിലൂടെയും അവിടുത്തെ ജീവിതങ്ങളിലൂടെയും നമുക്കൊന്നിച്ച് സഞ്ചരിച്ചാലോ? പളനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ്. പാലക്കാട്, പൊള്ളാച്ചി, പളനി വഴി ഇവിടെ എത്തിയപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം ഹെയർ പിന്നുകൾ കയറി വേണം നമുക്ക് ഈ റൂട്ടിലൂടെ കൊടൈക്കനാലിലെത്താൻ. ഈ റൂട്ടിലെ ആദ്യത്തെ വ്യൂ പോയിന്റാണ് ഇത്. ഇവിടെ നിന്ന് നമുക്ക് ഈ താഴ്വാരത്തെ പാലാർ ഡാമിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഈ താഴ്വാരം മുഴുവനും ജലസമ്പുഷ്ടമാക്കി വിശാലമായി പരന്നു കിടക്കുകയാണ് ഈ പാലാർ ഡാം. അതിനു ചുറ്റുമായി കുത്തനെ നിൽക്കുന്ന മലകളും പാറക്കൂട്ടങ്ങളും ഹരിത മനോഹരമായ പുൽമേടുകളും. ഈ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാളാർ, പെരുന്തളാർ എന്നീ 2 നദികളിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പാളാർ ഡാമിന്റെ കാഴ്ചകളിൽ നിന്ന് വീണ്ടും കൊടൈക്കനാൽ ലക്ഷ്യമാക്കി മല കയറുകയാണ്. വഴിയിൽ നിന്നെല്ലാം ഈ താഴ്വാരത്തെ കാഴ്ചകൾ കാണാം. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുകയാണ് ഈ താഴ്വാരം. അങ്ങിങ്ങായി നിരവധി കുന്നുകളും പാറക്കൂട്ടങ്ങളും അതിനിടയിലായി നിരവധി കൃഷിയിടങ്ങളും. എന്നാൽ ഇതിനേക്കാൾ മനോഹരമായ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളുമാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. സ്ഥിരമായി ടൂറിസ്റ്റുകൾ എത്തുന്ന കൊടൈക്കനാലിനു ചുറ്റുമുള്ള വ്യൂ പോയിന്റുകളെല്ലാം മാറ്റി നിർത്തി പൂമ്പാറ, കൂക്കൽ, പൂണ്ടി, പഴമ്പത്തൂർ, മന്നമന്നൂർ തുടങ്ങി കേരള തമിഴ്നാട് അതിർത്തിയിലെ പോളൂർ, ക്ലാവര പോലെ നിരവധി ഗ്രാമങ്ങളിലേക്കാണ് നമ്മുടെ ഈ യാത്ര. ഇതുപോലെ നിരവധി വ്യൂ പോയിന്റുകളുണ്ട് ഈ പളനി കൊടൈക്കനാൽ റൂട്ടിൽ. ഇതുവഴി പകുതി ദൂരം കയറിയതോടെ തന്നെ ചെറുതായി തണുപ്പും തുടങ്ങിയിരിക്കുന്നു. അതുപോലെ വഴിയരികിലെ മലകളിലെല്ലാം കോടമഞ്ഞും ഇറങ്ങിയിരിക്കുന്നു. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മലകളാണ് ഈ കാണുന്നതെല്ലാം. അതുകൊണ്ട് തന്നെ ചെരിവ് കൂടുതലുള്ള ഭാഗങ്ങളിൽ മൊട്ടക്കുന്നുകളാണ് കാഴ്ച. അതുപോലെ മലകളിൽ അങ്ങിങ്ങായി ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാം. എങ്ങു നോക്കിയാലും പച്ചപ്പ് മാത്രമാണ് മുന്നിൽ. വഴിയോരത്ത് നിരയൊപ്പിച്ചു നിൽക്കുന്ന യൂക്കാലിപ്സ് മരങ്ങൾ പലയിടത്തും കാണാം. ഈ കാഴ്ചകളെല്ലാം കണ്ട് വഴിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാതെ ചുരം കയറുകയാണ് ഞങ്ങൾ. മുകളിലെത്തുമ്പോൾ ചിലപ്പോൾ വഴിയിലാകെ കോടയിറങ്ങിയാൽ ഈ ചുരത്തിലൂടെയുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ഇരുട്ടാകുന്നതിന് മുന്നേ നമുക്ക് കൊടൈക്കനാലിൽ എത്തണം. കുറച്ചു ദൂരം കൂടി ചുരം കയറിയപ്പോൾ ആകെ കോടമഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഈ വഴികളിൽ. അതുപോലെ ചെറിയ തണുപ്പും തുടങ്ങിയിരിക്കുന്നു. മുന്നോട്ടുള്ള വഴിയൊന്നും ശരിക്ക് കാണുന്നില്ല. വഴിയരികിലെ മലകളെല്ലാം കോടമഞ്ഞിൽ മറഞ്ഞിരിക്കുന്നു. ഈ തണുപ്പും കാറ്റും മഞ്ഞും ആസ്വദിച്ച് ചുരം കയറുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്.
ചുരം കയറി മലയുടെ മറുവശത്തെത്തിയപ്പോൾ അവിടെ നല്ല വെയിലാണ്. ഇതുവരെ മഞ്ഞിലൂടെയായിരുന്നു നമ്മുടെ യാത്ര. എന്നാൽ ഈ ഭാഗത്ത് കോടമഞ്ഞൊന്നും എത്തിയിട്ടില്ല. വഴിയരികിൽ ഇതുപോലെ ചെറിയ ഗ്രാമങ്ങൾ പലയിടത്തും കാണാം. ഗ്രാമങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും കൃഷിയിടങ്ങളും തോട്ടങ്ങളും. ഈ ഭാഗത്ത് കൂടുതലായും കാണുന്നത് സബർജില്ലി തോട്ടങ്ങളാണ്. എല്ലാ സീസണുமே கிடைக்கும்? இல்லை மே லாஸ்ட்ல இருந்து ஆகஸ்ட் செப்டம்பர் அக்டோபர் வரையில் வரும். அக்டோபர் வரை இங்க வெயில் கிடைக்கிறதால ஆமாம், எல்லாத்த நாளில் கிடைக்கிறது கிடைக்காது. இது நீங்க எப்படி மார்க்கெட்டுக்கு எத்திக்கிறீங்க? நாங்கள் கமிஷன் கடை பழனி. நீங்க டைரக்டா கொண்டு போய் கொடுக்கல? ஏதாவது ஏஜென்ட் இருக்கா? அங்கேருந்து இப்படி வந்தால் தான் நாங்கள் கொடுத்துருவோம் நேரடியாக கொள்முதல். அங்கேருந்து யாரும் வர்றதில்லையே கேரளாவில் இருந்து. நீங்க டைரக்டா கொண்டு போய் சேல் பண்றீங்க? நாங்கள் கொண்டு போய் கொடுத்தோம்னா அவங்க கமிஷன் கடையிலேருந்து உடுமலைப்பேட்டை, அங்கேருந்து கேரளா வண்டி இவங்க கொண்டு போய் மாற்றி விட்டு ஏதாவது கிடைச்சிடும். இப்போ எவ்வளோ விலை இருக்கு? என்ன விலை இருக்கு இது? இப்போ 40 50. 40 ரூபாய். നിങ്ങൾക്ക് 40 ரூபாய் கிடைக்குமா? எனக்கு 40 ரூபா கிடைக்கும். இந்த மிருகங்களோட ஏதாவது பிரச்சனை தொல்லை ஏதாவது இருக்கா? ஏன் யானையெல்லாம் வரும். யானையெல்லாம் வருமா? இங்கே இருக்கு. காட்டு எருமை, யானை, பன்னி இருக்கா? அங்கே கேரளாவில் இருக்கு. இங்கே நிறையா இருக்கு. மான் இருக்கு. இது எல்லாமே பிரச்சனை இல்லை. அதுக்கு தான் வலை. பன்னிக்காக தான் அந்த வலை. இதெல்லாம் வந்துச்சுன்னா எல்லாம் சாப்பிட்டு. സബർജില്ലി തോട്ടത്തിൽ നിന്നിറങ്ങി ഈ ഹരിത മനോഹരമായ കാഴ്ചകളും കണ്ട് കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചപ്പോൾ കൊടൈക്കനാൽ ടോൾ പ്ലാസയിലെത്തി. ടോൾ പ്ലാസയിൽ നിന്ന് ഒരു 10 മിനിറ്റ് കൂടി സഞ്ചരിച്ചാൽ സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടത്തിനടുത്തെത്താം. ഈ വഴിയിലെ ഒരു പ്രധാന അട്രാക്ഷനും കൂടിയാണ് ഈ വെള്ളച്ചാട്ടം. അതുകൊണ്ട് തന്നെ ഈ വഴിയരികിലെല്ലാം നിരവധി കടകളുണ്ട്. COVID-19 റെസ്ട്രിക്ഷൻസ് കാരണം സഞ്ചാരികൾ കുറവായതിനാൽ പല കടകളും അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു പ്ലേറ്റ് ബജിയും കഴിച്ച് കുറച്ചു നേരം ഈ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയും കണ്ടതിനു ശേഷമാകാം ഇനിയുള്ള യാത്ര. ഇനി കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് കൊടൈക്കനാൽ ടൗണിലേക്ക്. മഴയില്ലാത്തതിനാൽ ഈ വെള്ളച്ചാട്ടത്തിൽ വെള്ളവും കുറവാണ്. കൊടൈക്കനാൽ ടൗണിലെ ലേക്കിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന വെള്ളമാണ് ഈ വെള്ളച്ചാട്ടത്തിലൂടെ പല തട്ടുകളായി താഴോട്ടൊഴുകി പാളാർ ഡാമിലെത്തുന്നത്. അങ്ങനെ ഇരുട്ടാകുന്നതിന് മുന്നേ തന്നെ കൊടൈക്കനാൽ ടൗണിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. തൊട്ടടുത്ത പല കുന്നുകളിലായി പരന്നു കിടക്കുകയാണ് ഈ കൊടൈക്കനാൽ ടൗൺ. ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം. വൈകുന്നേരമായതോടെ തന്നെ റൂമുകൾക്കും വില കൂടിയിരിക്കുന്നു. സഞ്ചാരികൾ കുറവാണെങ്കിലും കോവിഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും റൂമുകളുടെ നിരക്കിലൊന്നും ഒരു കുറവുമില്ല. ടൗണിലൂടെ കുറെ നേരം അന്വേഷിച്ചതിനു ശേഷമാണ് മിതമായ നിരക്കിൽ ഒരു ചെറിയ റൂം കിട്ടിയത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 300-ൽ കൂടുതൽ കിലോമീറ്റർ നാം സഞ്ചരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവുമുണ്ട്. ടൗണിലെ രാത്രി കാഴ്ചകൾ കുറച്ചു നേരം കണ്ടതിനു ശേഷം ഇന്ന് നേരത്തെ കിടക്കണം. ബാക്കി കാഴ്ചകൾ നാളെയാകാം. നാളെ രാവിലെ മുതൽ ഈ മലനിരകളിലെ ഗ്രാമങ്ങളിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഈ കുന്നുകൾക്കും മലകൾക്കും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ഗ്രാമങ്ങളും നമുക്ക് കാണണം. ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും. ആ കാഴ്ചകളും കഥകളുമെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.